സ്വാഗതം പേജ് 10 സ്റ്റോറീസിലേക്ക്. ഇറാനെ വരുതിയിൽ നിർത്താൻ വീണ്ടും ഓലപ്പാമ്പുമായി വന്നിരിക്കുകയാണ് പാശ്ചാത്യ രാജ്യങ്ങളുടെ സ്വാധീനമുള്ള അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി. IAEA ഇറാനെതിരെ വീണ്ടും പ്രമേയം പാസാക്കി. ഈ നീക്കത്തോട് ശക്തമായ പ്രതികരണം നടത്തിയ ഇറാൻ നടപടികളുമായി തിരിച്ചടിക്കുകയും ചെയ്തു. ഏജൻസിയുമായുള്ള എല്ലാ സഹകരണവും നിർത്തുന്നതായി ഇറാൻ ഔദ്യോഗികമായി തന്നെ പ്രഖ്യാപിച്ചു. ഇറാനെ പിന്തുണച്ച് റഷ്യയും ചൈനയും രംഗത്തെത്തി. ഇരു രാജ്യങ്ങളും IAEA സമിതിയിൽ പ്രമേയത്തെ തള്ളി വോട്ടും ചെയ്തു. മാത്രമല്ല റഷ്യയും ചൈനയും IAEAക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. മാന്യതയും ബഹുമാനവും നൽകിയാൽ അമേരിക്കയുമായി ആണവ ചർച്ചകൾ പുനരാരംഭിക്കാൻ തയ്യാറാണെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി പറഞ്ഞതിന് പിന്നാലെയാണ് IAEA, അതായത് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി, പ്രമേയവുമായി രംഗത്ത് വന്നത്. ഇത് ദുരൂഹതയുണ്ടാക്കുന്ന സംഭവ വികാസവുമാണ്. IAEAയുടെ പ്രമേയവും അതിനോടുള്ള ഇറാന്റെ പ്രതികരണവും പശ്ചിമേഷ്യയിൽ പുതിയ പിരിമുറുക്കത്തിന് തുടക്കം കുറിച്ചിട്ടുണ്ട്. മാത്രമല്ല റഷ്യ ചൈന ഇറാൻ ബന്ധം കൂടുതൽ ദൃഢമാവുകയും ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യങ്ങളിലൂടെ കടന്നുപോവുകയാണ് ഈ വീഡിയോ. ആദ്യം എന്താണ് IAEAയുടെ പ്രമേയത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് പരിശോധിക്കാം. അതിനുശേഷം ഈ പ്രമേയത്തിന് പിന്നാലെ ഇറാൻ സ്വീകരിച്ച നടപടികളും മറ്റും നോക്കിക്കാണാം. IAEA പ്രമേയത്തിലെ പ്രധാന പോയിന്റുകളിലേക്ക് പോയാൽ, ഒന്നാമത്തെ പോയിന്റ് ആണവ നിർവ്യാപന ഉടമ്പടി, അതായത് NPT പ്രകാരമുള്ള നിയമപരമായ ബാധ്യതകൾ ഇറാൻ പൂർണ്ണമായും ഉടൻ തന്നെ നിറവേറ്റണം എന്നതാണ്. 2, ജൂണിൽ ഇസ്രയേലും അമേരിക്കയും ആക്രമിച്ച ആണവ കേന്ദ്രങ്ങളിലേക്ക് IAEA ഇൻസ്പെക്ടർമാർക്ക് ഉടനടി പ്രവേശനം നൽകണം. 3, 60% വരെ സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരത്തിന്റെ കൃത്യമായ അളവ്, സ്ഥാനം, രാസരൂപം എന്നിവയെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ ഉടൻ ഏജൻസിക്ക് കൈമാറണം. 4, സമാധാനപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇത്രയും ഉയർന്ന നിലയിൽ യുറേനിയം സമ്പുഷ്ടീകരിക്കുന്നതിന് ന്യായീകരണമില്ല. ഇത് അതീവ ആശങ്ക ഉളവാക്കുന്ന വിഷയമാണ്. 5, 2003 ഒപ്പുവെച്ച അധിക പ്രോട്ടോകോൾ കർശനമായി പാലിക്കണം. അതായത് ഇറാൻ രഹസ്യമാക്കി വെച്ചിരിക്കുന്ന ആണവ കേന്ദ്രങ്ങളിൽ അപ്രതീക്ഷിത പരിശോധനകൾ നടത്താൻ IAEA അനുവദിക്കണം. 6, ഐക്യരാഷ്ട്രസഭ രക്ഷാസമിതിയുടെ എല്ലാ പ്രമേയങ്ങളും അനുസരിക്കാൻ ഇറാന് ബാധ്യതയുണ്ട്. ഇങ്ങനെയുള്ള 6 പോയിന്റുകളാണ് പ്രമേയത്തിലൂടെ അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി പറയുന്നത്. ഈ ആവശ്യങ്ങളിൽ നിന്ന് തന്നെ അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ ഗൂഢലക്ഷ്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇസ്രയേലും അമേരിക്കയും ആക്രമിച്ച ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ എത്രത്തോളം തകർന്നു എന്ന് അറിയാനാണ് ഏജൻസിക്ക് പ്രധാന താല്പര്യം. പിന്നെയുള്ള താല്പര്യം ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും ആക്രമണത്തിന് മുമ്പ് തന്നെ ഇറാൻ സുരക്ഷിതമായി മാറ്റിയ 60% സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിന്റെ കാര്യങ്ങൾ അറിയണം. ഇതാണ് പാശ്ചാത്യ രാജ്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുവെന്ന് ഇറാനും റഷ്യയും ചൈനയും ആരോപിക്കുന്ന ഏജൻസിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. ഈ വിവരങ്ങൾ ശേഖരിച്ച് അമേരിക്കയ്ക്കും അതിലൂടെ ഇസ്രയേലിലേക്കും എത്തിക്കാനാണ് ഏജൻസി നീക്കം നടത്തുന്നത് എന്നത് സംശയിക്കാവുന്ന രീതിയിലാണ് പ്രമേയത്തിലെ ആവശ്യങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് ഏജൻസിയുടെ പല ആവശ്യങ്ങൾക്കും ഇറാൻ അനുമതി നൽകാത്ത നിലപാട് സ്വീകരിക്കുന്നത്. എന്തായാലും IAEA പ്രമേയത്തിനെതിരെ ശക്തമായ ഭാഷയിലാണ് ഇറാൻ പ്രതികരിച്ചിട്ടുള്ളത്. പാശ്ചാത്യ രാജ്യങ്ങളുടെ രാഷ്ട്രീയ പ്രേരിതമായ നീക്കം എന്നാണ് ഇറാൻ ഈ പ്രമേയത്തെ വിമർശിച്ചത്. ഈ പ്രമേയം അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ നിഷ്പക്ഷതയെ തകർക്കുന്നു എന്നും അമേരിക്കയുടെയും യൂറോപ്യൻ രാജ്യങ്ങളുടെയും പരാജയപ്പെട്ട നയതന്ത്ര നീക്കങ്ങൾക്ക് മറപിടിക്കുന്നത് ആണ് എന്നും ഇറാൻ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. പാശ്ചാത്യ സമ്മർദ്ദത്തിന് വഴങ്ങി തങ്ങളുടെ നിയമപരമായ ആണവ അവകാശങ്ങളിൽ നിന്ന് പിന്നോട്ടു പോകില്ല എന്ന് ഇറാൻ ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്തു. ചുരുക്കത്തിൽ IAEA പ്രമേയം ഇറാനെ വളരെയധികം പ്രകോപിപ്പിച്ചിരിക്കുന്നുവെന്ന് വ്യക്തമാവുകയാണ്. പ്രമേയത്തിനെതിരെ വാക്കുകൾ കൊണ്ട് പ്രതികരിച്ചതിന് പിന്നാലെ ശക്തമായ നടപടികളിലേക്ക് ഇറാൻ കടന്നതും ഇതിനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. എന്തൊക്കെയാണ് ഇറാൻ നടത്തിയ മറുനീക്കങ്ങളെന്ന് നമുക്ക് നോക്കാം. IAEA ഡയറക്ടർ ജനറലുമായി സെപ്റ്റംബറിൽ ഉണ്ടാക്കിയ ഇടക്കാല ധാരണ ഇതോടെ അവസാനിച്ചുവെന്ന് ഇറാൻ ഔദ്യോഗികമായി അറിയിച്ചു. യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ ജൂണിൽ ആക്രമണത്തിൽ തകർന്ന ആണവ കേന്ദ്രങ്ങളിലേക്ക് ഇൻസ്പെക്ടർമാർക്ക് ഒരു കാരണവശാലും പ്രവേശനം നൽകില്ല. ഒപ്പം പുതിയ ആണവ നടപടികളും ഇറാൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇറാന്റെ ആണവോർജ സംഘടന, അതായത് AEOI, പുതിയ സാങ്കേതിക നടപടികൾക്ക് നിർദ്ദേശം നൽകി. മാത്രമല്ല പുതിയൊരു യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രം തുറക്കുമെന്നും ഇറാൻ പ്രഖ്യാപിച്ചു. ഒപ്പം ഇസ്രയേലും അമേരിക്കയും ആക്രമണം നടത്തിയ ഫോർദോ പ്ലാന്റിലെ പഴയ സെൻട്രിഫ്യൂജുകൾക്ക് പകരം കൂടുതൽ കാര്യക്ഷമമായ സെൻട്രിഫ്യൂജുകൾ സ്ഥാപിക്കുമെന്നും അല്ലെങ്കിൽ അതിനുള്ള നടപടിയും ഇറാൻ തുടങ്ങി. അതായത് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ ഏകപക്ഷീയമായ പ്രമേയത്തിന് പുല്ലുവില കൊടുത്തുകൊണ്ടുള്ള ചടുലമായ നീക്കമാണ് ഇറാൻ നടത്തിയിരിക്കുന്നത് എന്ന് തന്നെ നമുക്ക് വിലയിരുത്താം. അമേരിക്കയുമായി ആണവ ചർച്ചകൾ തുടങ്ങാൻ ഇറാൻ തയ്യാറാണ് എന്നാണ് കഴിഞ്ഞ ദിവസം
ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി പറഞ്ഞത്. വീണ്ടും ചർച്ചകൾ തുടങ്ങാൻ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ചില മധ്യസ്ഥർ വഴി ചില ആവശ്യങ്ങൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. മാന്യതയും ബഹുമാനവും നൽകിയാൽ ആണവ ചർച്ചകൾ പുനരാരംഭിക്കാൻ തയ്യാറാണ് എന്നാണ് അരാക്ചി പറഞ്ഞത്. നയതന്ത്രം മാത്രമേ ഫലം കാണൂ എന്നും അരാക്ചി ദ ഗാർഡിയന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നു. തങ്ങൾക്ക് പ്രഖ്യാപിക്കാത്ത ആണവ കേന്ദ്രങ്ങളില്ല. അമേരിക്കയും ഇസ്രയേലും ആക്രമിച്ച ആണവ കേന്ദ്രങ്ങളിൽ പരിശോധന നടത്താൻ UN ആണവ ഇൻസ്പെക്ടർമാരെ ഇപ്പോൾ അനുവദിക്കാൻ കഴിയില്ല. ദുർബലമായ നിലപാടിൽ നിന്നല്ല ഇറാൻ പ്രവർത്തിക്കുകയും നിലപാട് പറയുകയും ചെയ്യുന്നത്. ജൂണിലെ ഇസ്രയേൽ അമേരിക്കൻ ആക്രമണത്തിന് ശേഷം സൈനികമായും മാനസികമായും ഇറാൻ കൂടുതൽ ശക്തരായി മാറിയെന്നും അരാക്ചി ആവർത്തിച്ചു. യുറേനിയം ആഭ്യന്തരമായി സമ്പുഷ്ടീകരിക്കാനുള്ള അനിഷേധ്യമായ അവകാശം ഇറാനുണ്ട്. അത് ഒരിക്കലും ഉപേക്ഷിക്കില്ല എന്നും അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. ഇതിന് പിന്നാലെയാണ് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി ഇറാനെതിരെ പ്രമേയവുമായി രംഗത്ത് വന്നത്. ഒന്നുകിൽ അരാക്ചിയുടെ വാക്കുകൾ ഏജൻസിയുടെ തലതൊട്ടപ്പന്മാരെ പ്രകോപിപ്പിച്ചു, അല്ലെങ്കിൽ പാശ്ചാത്യ ശക്തികളിൽ നിന്ന് അത്രത്തോളം സമ്മർദ്ദം അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിക്ക് മുകളിൽ ഉണ്ടായി. ഇതിൽ രണ്ടിലേതോ സംഭവിച്ചു എന്നാണ് വിലയിരുത്തൽ. ഇതിന്റെ ഭാഗമായാണ് പ്രമേയം വന്നത്. പ്രമേയത്തെ ചൈനയ്ക്കും റഷ്യയ്ക്കും പുറമെ നൈജറും ശക്തമായി എതിർത്തു. 35 അംഗ ബോർഡിൽ പ്രമേയത്തിന് അനുകൂലമായി 19 രാജ്യങ്ങൾ വോട്ട് ചെയ്തപ്പോൾ 12 രാജ്യങ്ങൾ വിട്ടുനിന്നു. റഷ്യയും ചൈനയും പ്രമേയത്തെ എതിർത്തുകൊണ്ട് നടത്തിയ പ്രതികരണങ്ങളും വളരെ ശ്രദ്ധേയമാണ്. പ്രമേയത്തിന്റെ രാഷ്ട്രീയം അറിഞ്ഞു തന്നെയാണ് ഇരു രാജ്യങ്ങളും പ്രതികരണം നടത്തിയിട്ടുള്ളത്. പാശ്ചാത്യ രാജ്യങ്ങളുടെ സമ്മർദ്ദത്താലാണ് IAEA പ്രവർത്തിക്കുന്നത് എന്നും പ്രമേയം രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ നേടുന്നതിനുള്ള ആയുധമാക്കരുത് എന്നും റഷ്യ ആവശ്യപ്പെട്ടു. പ്രമേയം പാസ്സാക്കുന്നത് നിലവിലെ സാഹചര്യം കൂടുതൽ വഷളാക്കാനേ ഉപകരിക്കൂ എന്നാണ് ചൈനയുടെ പ്രതികരണം. IAEA സാങ്കേതിക വിഷയങ്ങളെ രാഷ്ട്രീയവൽക്കരിക്കരുത് എന്നും ചൈന ആവശ്യപ്പെട്ടു. അതായത് ഇരു രാജ്യങ്ങളും ആവശ്യപ്പെടുന്നത് നയതന്ത്ര ചർച്ചകളിലൂടെയുള്ള പരിഹാരമാണ്. ഏകപക്ഷീയമായ ഉപരോധങ്ങൾ സ്ഥിതിഗതികളെ സങ്കീർണമാക്കുമെന്നും റഷ്യയും ചൈനയും IAEAക്ക് മുന്നറിയിപ്പ് നൽകുന്നു. ആണവ പരിപാടികൾ സമാധാനപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നതെന്ന ഇറാന്റെ ഉറപ്പിനെ ചൈനയും റഷ്യയും സ്വാഗതം ചെയ്യുന്നുമുണ്ട്. ആണവ കരാർ പ്രകാരമുള്ള ഇറാന്റെ അവകാശങ്ങളെ എപ്പോഴും പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളാണ് റഷ്യയും ചൈനയും. അതുകൊണ്ട് തന്നെയാണ് ഇറാനെതിരായ പ്രമേയത്തിന്റെ രാഷ്ട്രീയം മനസ്സിലാക്കി അതിനെതിരെ ശക്തവും വ്യക്തവുമായ ഭാഷയിൽ പ്രതികരിച്ചത്. എന്തായാലും ഇറാനെ കൂടുതൽ ഒറ്റപ്പെടുത്താനുള്ള ഏത് ശ്രമങ്ങളെയും എതിർത്തു വരികയാണ് റഷ്യയും ചൈനയും എന്നത് നമുക്ക് നോക്കിക്കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ 3 രാജ്യങ്ങളും തമ്മിലുള്ള സഖ്യം കൂടുതൽ കരുത്താർജിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സഖ്യത്തിനൊപ്പം ഉത്തര കൊറിയയും ഉണ്ട്. ഇറാനും ആണവ കരാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പരിശോധിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. ഇറാനെതിരെ ഏകപക്ഷീയമായ നീക്കങ്ങളാണ് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ ഭാഗത്തു നിന്നും പാശ്ചാത്യ രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നും എന്നും ഉണ്ടായിട്ടുള്ളത്. ഒരു ഭാഗത്ത് ചർച്ചയും പരിശോധനയും നടക്കുന്നു, മറുഭാഗത്ത് ചതിയും നടക്കുന്നു. ആ ഒരു രീതിയിലുള്ള നയമാണ് ഇവർ ഇറാനെതിരെ സ്വീകരിച്ചു വരുന്നത് എന്ന് നമുക്ക് കാണാൻ പറ്റും. 2015 ജൂലൈ 14 ഇറാൻ ആണവ കരാറിൽ ഒപ്പിടുന്നത്. ഉപരോധങ്ങൾ പിൻവലിക്കുന്നതിന് പകരമായി ആണവ പ്രവർത്തനങ്ങൾ പരിമിതപ്പെടുത്തുമെന്ന് ഇറാൻ അന്ന് ഉറപ്പു നൽകി. ആണവ പ്രവർത്തനങ്ങൾ കുറവ് വരുത്തുന്ന നടപടികളുമായി ഇറാൻ മുന്നോട്ട് പോവുകയും ചെയ്തു. പക്ഷേ 2018 മെയ് 8 അമേരിക്കൻ പ്രസിഡന്റായി പുതിയതായി വന്ന ട്രംപ് ഏകപക്ഷീയമായി ആണവ കരാറിൽ നിന്ന് പിൻവാങ്ങി. ഇറാനെതിരെ ശക്തമായ ഉപരോധങ്ങൾ പുനഃസ്ഥാപിച്ചു. അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും മോശം കരാർ എന്ന് പറഞ്ഞുകൊണ്ടാണ് ട്രംപ് കരാറിൽ നിന്ന് ഏകപക്ഷീയമായി പിൻവാങ്ങിയത്. പിന്നീട് 2020 ജനുവരിയിൽ ഇറാന്റെ ഖുദ്സ് ഫോഴ്സിന്റെ കമാൻഡർ ആയിരുന്ന ജനറൽ ഖാസിം സുലൈമാനെ അമേരിക്ക ഇറാഖിൽ നടത്തിയ ഡ്രോൺ ആക്രമണത്തിലൂടെ വധിക്കുകയും ചെയ്യുന്നു. ഇതോടെ ഇറാനും അമേരിക്കയും തമ്മിലുള്ള ബന്ധം തകർന്നു. ഇറാൻ കരാറിലെ എല്ലാ പ്രധാനപ്പെട്ട നയങ്ങളിൽ നിന്നും പിന്മാറി. തുടർന്ന് 2021 ഏപ്രിലിൽ ഇറാൻ ഒരു സുപ്രധാന നീക്കവും നടത്തി. അവർ യുറേനിയം സമ്പുഷ്ടീകരണം 60% വരെ വർദ്ധിപ്പിച്ചു. അതായത് ആണവ ആയുധ നിർമ്മാണ നിലവാരത്തിലേക്ക് അതിൻ്റെ അടുത്തേക്ക് ഈ യുറേനിയം സമ്പുഷ്ടീകരണം കൂട്ടി. 2025 ജൂണിൽ ഇറാൻ പ്രഖ്യാപിക്കാത്ത ആണവ കേന്ദ്രങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് IAEA ബോർഡ് ഇറാനെതിരെ പ്രമേയം പാസാക്കി. തുടർന്ന് വീണ്ടും ഒമാന്റെ മധ്യസ്ഥതയിൽ അമേരിക്ക ഇറാൻ ആണവ ചർച്ചകൾ അനൗദ്യോഗികമായി പുനരാരംഭിച്ചു. 6 റൗണ്ട് ചർച്ചകൾ നടന്നതിന് പിന്നാലെ ജൂൺ 13 ഇസ്രയേൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ച് ആക്രമണം നടത്തി. ചർച്ചകളെ അട്ടിമറിക്കാനുള്ള മനഃപൂർവമായ നീക്കം ഇസ്രയേൽ നടത്തി. പിന്നാലെ ജൂൺ 21 അമേരിക്കയും ഇറാനിലെ 3 ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യം വയ്ക്കുന്നു. തങ്ങൾ ഇറാനുമായി ചർച്ചകളെ നടത്തിയിട്ടില്ല എന്നാണ് അമേരിക്ക പിന്നീട് പറഞ്ഞത്. ഇറാനെതിരെ നടന്ന ആക്രമണങ്ങളെ അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി വിമർശിക്കുക പോലും ചെയ്തില്ല എന്നുള്ള കാര്യവും ശ്രദ്ധിക്കേണ്ടതാണ്. ഇക്കാര്യം ചൂണ്ടിക്കാണിച്ച് ഏജൻസിക്കെതിരെ കടുത്ത വിമർശനവും ഇറാൻ നടത്തി.
ഒരു ഭാഗത്ത് ചർച്ച നടത്തുകയും മറുഭാഗത്ത് ആക്രമണം നടത്തുകയും ചെയ്ത അമേരിക്കയുടെ നിലപാടിനെയാണ് പിന്നീട് ആയത്തുള്ള അലി ഖൊമൈനി ട്രംപിന്റെ ചതി എന്ന് വിശേഷിപ്പിച്ചത്. വീണ്ടും ഇറാനുമായി ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് ഇസ്രയേലിന്റെ പാർലമെന്റായ നെസറ്റിൽ ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. ഇതിന് പിന്നാലെയായിരുന്നു രൂക്ഷമായ ഭാഷയിലുള്ള ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖൊമൈനിയുടെ പ്രസ്താവന വന്നത്. ഇങ്ങനെ ഓരോന്ന് നമ്മൾ പിന്നോട്ട് പരിശോധിച്ചാൽ ഇറാനെ കുഴപ്പത്തിലാക്കുന്ന രീതിയിലാണ് അമേരിക്കയും IAEAയും യൂറോപ്യൻ രാജ്യങ്ങളും പെരുമാറിയിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഒറ്റപ്പെടുത്തലുകളും ഉപരോധങ്ങളും ഇറാനെ ഇപ്പോൾ ബാധിക്കുന്ന മട്ടില്ല. മാത്രമല്ല റഷ്യയും ചൈനയും ഉത്തര കൊറിയയും ശക്തമായ പിന്തുണയാണ് ഇറാന് നൽകുന്നത്. സാമ്പത്തികവും രാഷ്ട്രീയവും സൈനികവുമായ കരുത്തുറ്റ പിന്തുണയാണ് മൂന്ന് രാജ്യങ്ങളും ഇറാന് നൽകിപ്പോരുന്നത് എന്നുള്ളത് സമീപകാല രാഷ്ട്രീയ സാഹചര്യങ്ങൾ നോക്കിക്കണ്ടാൽ നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ IAEA പ്രമേയവും ഇറാനെ ആശങ്കപ്പെടുത്തുന്നില്ല എന്ന് വേണം കരുതാൻ. മാത്രമല്ല അതിനെതിരെ ഉടനടി നടപടികളുമായി ഇറാൻ രംഗത്തു വന്നതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതായത് ഏത് നിമിഷവും എന്തും ഇറാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനുള്ള മറുമരുന്നും അവരുടെ കൈവശമുണ്ട് എന്ന് നമുക്ക് ഇറാന്റെ ഇത്തരം നടപടികളിൽ നിന്ന് നോക്കിക്കാണാൻ പറ്റും. എന്താണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ നിലപാട് അല്ലെങ്കിൽ അഭിപ്രായം? കമൻറ്റ് ചെയ്യുക. വാട്സപ്പിൽ പേജ് 10 സ്റ്റോറീസിൻ്റെ വീഡിയോകൾ കിട്ടാൻ കമൻറ്റ് ബോക്സിലുള്ള ലിങ്കുകൾ ക്ലിക്ക് ചെയ്ത് വാട്സപ്പ് ഗ്രൂപ്പിലോ വാട്സപ്പ് ചാനലിലോ അംഗമാകാം. നന്ദി, നമസ്കാരം.